ട്രിവാൻഡ്രം സൂവിൻ്റെ കാഴ്ചകൾ മറ്റൊരു വ്ളോഗിൽ പോലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ നല്ല ഡീറ്റെയിൽഡായി നല്ല വിഷ്വൽസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ വ്ളോഗിലൂടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനടുത്ത് ആ ഒരു ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല. എന്തായാലും നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. 1829 മുതൽ 1846 വരെ ട്രിവാൻഡ്രം ഭരിച്ചിരുന്ന ശ്രീ സ്വാതി തിരുനാൾ രാമവർമ്മ മഹാരാജാവാണ് ട്രിവാൻഡ്രം സൂവിന് തുടക്കം കുറിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കുതിരകളെയും ആനകളെയും ഒക്കെ കെട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു ഇത്. പിന്നീട് 1887 ഇന്ന് നമ്മൾ കാണുന്ന പോലുള്ളൊരു സൂ ആയി ഇത് ഓപ്പണായി. എന്തായാലും ചരിത്രം അവിടെ നിൽക്കട്ടെ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് സൗത്ത് ഏഷ്യയിലൊക്കെ കാണപ്പെടുന്ന കാട്ടുകളെയാണ്. ഇന്ത്യൻ ഗൗർ, കാട്ടുപോത്ത് തുടങ്ങിയ വിളിപ്പേരുകൾ മൂർക്കൊണ്ട് ഏകദേശം 600 തൊട്ട് 1500 കിലോ വരെയാണ് ഇവന്മാരുടെ ഭാരം വരുന്നത്. ഇവരുടെ സൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇന്ത്യൻ ഗൗറിൻ്റെ ഫീമെയിൽസിനെയാണ്. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വീഡിയോയുടെ അവസാനം പറയാം. ഒരു സിംഹവാലൻ കുരങ്ങ് കിടന്ന് ഉറക്കമാണ് അവിടെ. പശ്ചിമഘട്ട മലനിരയിലെ കുരങ്ങന്മാരുടെ രാജാവെന്ന് വേണം നമുക്കിവരെ വിളിക്കാം. 20 തൊട്ട് 30 വർഷം വരെ ജീവിക്കുന്ന ഇവരുടെ വാല് സിംഹത്തിൻ്റെത് പോലുള്ളത് കൊണ്ടാണ് ഇവർക്ക് ഈ വിളിപ്പേര് കിട്ടിയത്. മിശ്രഭുക്കുകളായ ഇവർ കൂടുതൽ സമയം മരത്തിൻ്റെ മുകളിൽ തന്നെയാണ് ചെലവഴിക്കുന്നത്. തൊട്ടപ്പുറമുള്ള ബംഗാൾ കുരങ്ങന്മാരും ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും മോശമല്ല. ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ടിബറ്റ്, ചൈന, തായ്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഇവന്മാർ മിശ്രഭുക്കുകളാണ്. ഇവരുടെ ആയുസ് എന്നൊക്കെ പറയുന്നത് 20 തൊട്ട് 30 വർഷം വരെയാണ്. കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഹ്യൂമൻസുമായിട്ട് കോൺഫ്ലിക്റ്റ് കൂടുതലുള്ള ഒരു കുരങ്ങുവർഗ്ഗമാണിത്. നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഈ കുരങ്ങുവർഗ്ഗത്തിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷനും കമ്മ്യൂണിക്കേഷൻ സ്കില്ലെല്ലാം മറ്റുള്ള കുരങ്ങുവർഗ്ഗത്തിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ഉണ്ടക്കണ്ണുകൾ മേടിച്ച് നമ്മളെ ഇവിടെ കുറച്ച് പക്ഷികൾ നോക്കിയിരിപ്പുണ്ട്. ഇവന്മാരാണ് മൂങ്ങകൾ. കൂമെന്ന് മറ്റൊരു വട്ടപ്പേരും കൂടി ഇവർക്കുണ്ട്. 200-ലധികം സ്പീഷീസുകളുണ്ട് കേട്ടോ ഈ മൂങ്ങാവർഗ്ഗത്തിൽ. ശബ്ദമില്ലാതെ പറക്കാൻ കഴിവുള്ള ഇവന്മാർക്ക് 270 ഡിഗ്രി വരെ തലതിരിക്കാൻ പറ്റും. പകലൊക്കെ വിശ്രമിച്ച് രാത്രിയാണ് ഇവന്മാരുടെ ഇരപിടുത്തം. ഔൾ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഏകദേശം ഒരേ മുഖഷേപ്പ് തന്നെയാണ്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഇവന്മാർ പകൽ വിശ്രമിച്ച് രാത്രിയാണ് ഇരപിടിക്കാൻ ഇറങ്ങുന്നത്. അന്റാർട്ടിക്കയും ഗ്രീൻലാൻഡിലെ കുറച്ച് സ്ഥലങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ബാക്കി എല്ലായിടത്തും ഇവന്മാരെ കാണാം. പലതരത്തിലുള്ള തത്തകളുണ്ട് കേട്ടോ ഇവിടെ. സാധാരണ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന പോലെയുള്ള തത്തകളും അതുപോലെ തന്നെ മെക്കാവും സൺകന്യൂർ പോലെയുള്ള തത്തകളൊക്കെ ആയിട്ട് ധാരാളം തത്തകളെ നമുക്കിവിടെ കാണാം. പക്ഷികളുടെ കളകളാരവൊക്കെ കേട്ട് മൃഗങ്ങളെയൊക്കെ കണ്ടു തീർക്കണമെങ്കിൽ കുറച്ച് സമയം നടക്കേണ്ടി വരും കേട്ടോ ഇവിടെ. അതിന് മടിയുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഇലക്ട്രിക് കാറുകളൊക്കെ ബുക്ക് ചെയ്ത് സൂ ചുറ്റിക്കറങ്ങാവുന്നതാണ്. ഇന്ത്യയിലും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളൊക്കെ കാണുന്ന ഹനുമാൻ കുരങ്ങാണ് കേട്ടോ ഇവൻ. തികഞ്ഞ സസ്യഭുക്കായ ഇവന്മാർ ഒരു 18 തൊട്ട് 30 വർഷം വരെയൊക്കെ ജീവിക്കും. ആൾ ഭയങ്കര ബിസിയായിരുന്നു, ഓടിക്കളഞ്ഞു. ഒരു സൈഡിൽ ഗ്ലാസ് ഇട്ട വലിയൊരു കേജാണിത്. ഇതിൽ പക്ഷിവർഗത്തിലെ തന്നെ കുറച്ച് ഭീകരന്മാരുണ്ട്. ഇത് നമ്മൾ ഈ കാണുന്നത് ഹിമാലയൻ വൾച്ചറിനെയാണ്. പേരിനൊപ്പം ഈ ഹിമാലയൻ എന്നുള്ളത് വെറുതെ അല്ല കേട്ടോ. ഇവരെ കാണപ്പെടുന്നത് ഹിമാലയത്തിലും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലുമൊക്കെയാണ്. അഴുകിയ ഭക്ഷണമൊക്കെ തിന്ന് ജീവിക്കുന്ന ഇവന്മാർ ഏകദേശം 20 വർഷം വരെ ജീവിക്കും. 8 തൊട്ട് 12 കിലോ വരെയാണ് ഇവന്മാരുടെ തൂക്കം വെക്കുന്നത്. അതുപോലെ ഇവർ ചിറക് വിരിച്ച് നിന്ന് കഴിഞ്ഞാൽ അതിനൊരു 270 തൊട്ട് 300 സെൻറ്റിമീറ്റർ വരെയൊക്കെ ആയിരിക്കും നീളം. ശരിക്കും ഒരു 1.5 സൈസ് തന്നെയാണ് ഇവന്മാർ. ഈ കൂട്ടിലുള്ള അടുത്ത ഭീകരനെയാണ് കേട്ടോ ഈ കാണുന്നത്. ഇവനാണ് ബംഗാൾ കഴുകൻ. ഇന്ത്യ, ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇവരെ കാണപ്പെടുന്നത്. നമ്മുടെ ഹിമാലയൻ കഴുകൻ്റെ അത്രയും സൈസ് ഒന്നുമില്ല കേട്ടോ. എങ്കിലും ഇവന്മാരൊരു 4 കിലോ തൊട്ട് ഒരു 8 കിലോയൊക്കെ വരെ ഭാരം വെക്കാറുണ്ട്. ശവന്തീനികളായ ഇവന്മാർ ഏകദേശം 20 വർഷം വരെയൊക്കെ ജീവിക്കും. ഈ കൂട്ടിലെ മറ്റൊരു അന്തേവാസിയാണിത്, വൈറ്റ് ബെല്ലിഡ് സീ ഈഗിൾ. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളവയറും കടൽപ്പരുന്ത്. ഈ വെള്ളവയറിനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. തെക്ക് കിഴക്കൻ ഏഷ്യ, ഓസ്ട്രേലിയ, ന്യൂഗിനിയ എന്നീ രാജ്യങ്ങളിലാണ് ഇവന്മാരെ കാണപ്പെടുന്നത്. മുട്ട വിരിഞ്ഞ് 1 വയസ്സ് ആവുന്നിടം വരെ ഇവരുടെ നിറം ബ്രൗൺ ആയിരിക്കും. പിന്നീട് ഇവർ അഡൽട്ട്ഹുഡിലേക്ക് മാറുമ്പോഴാണ് ഇവരുടെ ആ ഒരു ബ്രൗണിഷൊക്കെ പോയി ഇവർക്ക് ഈ ഒരു വൈറ്റ് നിറമൊക്കെ കിട്ടുന്നത്. ഇവർക്ക് മാക്സിമം വെക്കുന്ന ഭാരം 3 കിലോഗ്രാമാണ്. മാംസബുക്കായ ഇവർ ഏകദേശം 30 വർഷം വരെ ജീവിക്കും. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മീൻ മുതലയാണ്, ഗരിയൽ. ഇന്ത്യയിലെ ഗംഗാ നദിയുടെ തീരത്താണ് ഇവയെ സാധാരണയായി കാണപ്പെടുന്നത്. ഇവയുടെ വായുഭാഗത്തിനൊരു പ്രത്യേകതയുണ്ട്. വളരെ നീണ്ടു മെല്ലിച്ചാണ് അതിരിക്കുന്നത്. ഒരു മുതല പതുക്കെ കിടങ്ങിലൂടെ വരുന്നുണ്ട്. മീൻ മുതലകളിൽ ആണുങ്ങളെ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. കാരണം അവയുടെ ആ ഒരു മൂക്കിൻ്റെ ഭാഗം നല്ല തടിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. 180 കിലോയൊക്കെ വരെ ഭാരം വെക്കുന്ന ഇവന്മാർ 60 വർഷം വരെയൊക്കെ ജീവിക്കും. കഴുകന്മാർക്ക് കൊടുത്ത പോലെ തന്നെ ജലപക്ഷികൾക്കും വലിയൊരു കൂടുണ്ട് ഇവിടെ. ഒരു ഭാഗം ഗ്ലാസ് ഒക്കെ ഇട്ട് വലിയൊരു കൂട്. പലതരത്തിലുള്ള കൊക്കുകളാണ് ഇതിനുള്ളിൽ. വെള്ളയരിവൾക്കൊക്കൻ, ചായമൊണ്ടി, പാതിരക്കൊക്ക്, കുളക്കോഴി, ചാരമൊണ്ടി, ചേരക്കോഴി, ഗ്രേറ്റ് വൈറ്റ് പെലിക്കനൊക്കെയാണ് ഇതിനകത്തുള്ളത്. എല്ലാവരും ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആരൊക്കെ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പാടാണല്ലേ. കുറച്ച് പേരെ ഞാൻ പറഞ്ഞു തരാം. ഇതായി തൂവലൊക്കെ വൃത്തിയാക്കി നീന്തി നടക്കുന്ന ഇവനാണ് ഗ്രേറ്റ് വൈറ്റ് പെലിക്കൻ. ഇവിടെയുള്ള വാട്ടർ ബേഡുകളിൽ കുറച്ച് സൈസും അതുപോലെ തന്നെ കുറച്ച് വില്ലത്തരവും കയ്യിലുള്ള ഇവന്മാർക്കാണ്.
15 കിലോയിലുമാണ് ഇവരുടെ തൂക്കം വരുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഒരു കീഴ്ചുണ്ട് ഒരു പൗച്ച് പോലെയാണ്. IUCN റെഡ് ലിസ്റ്റിലുള്ള എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ് കേട്ടോ ഇവരും. ഇതായി നടന്നു പോകുന്നവന്മാരാണ് ബ്ലാക്ക് ഹെഡഡ് ഐബിസ്, അല്ലെങ്കിൽ വെള്ള അരിവാൾ കൊക്കൻ എന്നൊക്കെ വിളിക്കും. ആ മരത്തിൻ്റെ പിന്നിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്ന ചിറകിൻ്റെ അറ്റത്ത് പിങ്ക് നിറമുള്ള ആ വലിയ കൊക്കുകളാണ് പെയിൻറ്റഡ് സ്റ്റോക്ക് അഥവാ വർണ്ണക്കൊക്കെന്ന് പറയും. ഇതായി നിൽക്കുന്ന സുന്ദരനെ കണ്ടോ, ഇവനാണ് ഗ്രേ ഹെറൻ. നമ്മുടെ നാട്ടിൽ ഇവരെ ചാരമുണ്ടി എന്നൊക്കെ പറയും. യൂറോപ്പിലും ഏഷ്യയിലും ആഫ്രിക്കയിലെ ചില സ്ഥലങ്ങളിലൊക്കെയാണ് ഇവന്മാരെ സാധാരണയായി കാണപ്പെടുന്നത്. തൻ്റെ ഇരയെ ഇങ്ങനെ കുറച്ചു നേരം നോക്കുമെന്ന് പെട്ടെന്ന് കൊത്തിയെടുക്കുന്നതാണ് ഇവരുടെ ഇരപിടിക്കുന്ന രീതി. 1 മീറ്റർ ഉയരം വെക്കുന്ന ഇവർക്ക് 2 കിലോ ഭാരമുണ്ടായിരിക്കും. ഈ സൂ അതിസുന്ദരമായ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനോടെയാണ് കേട്ടോ. എല്ലാ മരങ്ങളും ചെടികളും എല്ലാം ലേബൽ ചെയ്തിട്ടും ഉണ്ടായിരിക്കും. നമ്മൾ കാട് കയറി കഴിഞ്ഞാൽ ശരിക്കും പേടിക്കേണ്ട ഒരു മുതലാണ് കേട്ടോ ഇപ്പം നമ്മുടെ മുന്നിലുള്ളത്. ഇതാണ് ഇന്ത്യൻ സ്ലോത്ത് ബെയർ. ഈ ഒരു തരത്തിൽപ്പെട്ട കരടികൾ മാത്രമല്ല കേട്ടോ, എല്ലാ തരത്തിൽപ്പെട്ടവയും ഡേഞ്ചറാണ്. ഒരു മടിയൻ ഇവിടെ കിടന്ന് ഉറക്കമാണ്. IUCN റെഡ് ലിസ്റ്റിലുള്ളവരാണ് നമ്മുടെ ഇന്ത്യൻ ബെയറുകൾ. നല്ല വളഞ്ഞു കൂർത്തിട്ടാണ് ഇവരുടെ നഖങ്ങൾ. അതുപോലെ തന്നെ ഇവരെപ്പോഴും നടക്കുമ്പോൾ ഇവരുടെ തല കുമ്പിട്ടായിരിക്കും നടക്കുന്നത്. കടുവയോട് പോലും ഫൈറ്റ് ചെയ്യാൻ ഒരു മടിയില്ലാത്ത ടീംസാണ് കേട്ടോ ഇവർ. ഇവയുടെ ഫീമെയിൽസിനാണെങ്കിൽ ഒരു 105 കിലോയും മെയിൽസിനാണെങ്കിൽ ഒരു 145 കിലോയുമാണ് മാക്സിമം ഭാരം വരുന്നത്. ഇതായി കിടക്കുന്നവരാണ് കേട്ടോ നീർനായ, സ്മൂത്ത് കോട്ടഡ് ഓട്ടർ. സൗത്ത് ഏഷ്യയിലാണ് ഇവരെ കൂടുതലായും കാണപ്പെടുന്നത്. കണ്ണും കാതുമൊക്കെ വളരെ ചെറുതും കുറിയ കാലുകളോടും അതുപോലെ തന്നെ പരന്ന വാലുകളോടും കൂടിയ ഇവന്മാർ ശരിക്കും ഒരു ഒന്നാന്തര നീന്തൽക്കാരാണ്. മറ്റു കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിനി നടന്നു പോകുന്നത് കാട്ടിലെ രാജാവിനെ കാണുന്നതിന് വേണ്ടിയാണ്. പ്രജകൾക്ക് മുന്നിലേക്ക് രാജാവ് പതുക്കെ നടന്നു കയറി വരുന്നൊരു വരവുണ്ടായിരുന്നു. കാണാൻ തന്നെ അടിപൊളിയായിരുന്നു. കാട്ടിൽ കാണിക്കുന്ന പോലെ തന്നെ അവരവൻ്റെ സാമ്രാജ്യത്തിൻ്റെ അതിരുകളെല്ലാം മാർക്ക് ചെയ്യുകയാണ്. ബിഗ് ക്യാറ്റ്സിന് കൂട്ടമായിട്ട് ജീവിക്കാൻ ആകെ ഇഷ്ടപ്പെടുന്ന ജീവി സിംഹമാണ്. അങ്ങനെ ഇവരുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് പ്രൈഡെന്ന്. ആ പ്രൈഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതിലെ ആൺസിംഹങ്ങളായിരിക്കും. ഇവർക്കൊരു വലിയ ഹണ്ടിങ് ടെറിട്ടറി തന്നെ ഉണ്ടായിരിക്കും. ആ ടെറിട്ടറിയുടെ അതിരുകളിലൊക്കെ നിൽക്കുന്ന മരങ്ങളിലൊക്കെ ഇതുപോലെ മാന്തി മാർക്കിടുകയും പെട്രോളിങ്ങിനിടെ പല സ്ഥലങ്ങളിലൊക്കെ പോയി മൂത്രമൊഴിച്ച് വെക്കുന്നതും ഇവരുടെ ഒരു നേച്ചറാണ്. നമ്മളിപ്പോൾ ഇവിടെ ഈ കാണുന്നത് ഇന്ത്യൻ ഗിർ വനങ്ങളിൽ കാണപ്പെടുന്ന സിംഹത്തെയാണ്. ഒരു 126 തൊട്ട് 272 കിലോയൊക്കെ ഭാരം വെക്കുന്ന ഇവർ ഏകദേശം ഒരു 30 വർഷം വരെയൊക്കെ ജീവിക്കും. കാട്ടിലെ മറ്റൊരു കലിപ്പൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മൾ. ഹിപ്പോപോട്ടാമസ്, നീർക്കുതിര അല്ലെങ്കിൽ റിവർ ഹോഴ്സ് എന്നൊക്കെയാണ് മറ്റു പേരുകൾ. കണ്ടു കഴിഞ്ഞാൽ നല്ല പൊണ്ണത്തടിയായിട്ടുള്ള വെറുതെ വെള്ളത്തിൽ കിടന്ന് പുല്ല് തിന്നുന്നവർ. എന്നാൽ വായു തുറന്ന് അവരുടെ ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്പോട്ട് ഡെഡാണ്. എലിഫൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ കരയിലെ ഏറ്റവും ഭാരമുള്ള ജീവി ഇവന്മാരാണ് കേട്ടോ. ഒരു 1600 തൊട്ട് 4500 കിലോ വരെയൊക്കെ വരാം. കുഞ്ഞു ഹിപ്പോയെ കാണാൻ തന്നെ നല്ല ക്യൂട്ടാണല്ലേ. ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പകല് ഫുള്ള് വെള്ളത്തിലായിരിക്കും കേട്ടോ ഇവരുടെ ജീവിതം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യൻ ഗൗറുകളിലെ മേലുകളെയാണ്. നല്ലൊരു ഒത്ത ബാഹുബലിയാണ് ഇവന്മാർ. നല്ല മസിലൊക്കെ ഉള്ള ഇവന്മാരെ കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമാണ്. IUCN റെഡ് ലിസ്റ്റിലുള്ള ജീവികളാണ് കേട്ടോ ഇവർ. വൈൽഡ് കാറ്റിൽസിലെ ഏറ്റവും പൊക്കം കൂടുതൽ ഈ ഗൗറുകൾക്കാണ്. ഒരു 1.8 മീറ്റർ ഷോൾഡർ ഹൈറ്റ് എങ്കിലും ഉണ്ടാവും ഇവർക്ക്. ഞാൻ പണ്ട് ഇടപ്പാളയം വാച്ച് ടവറിൽ പോയി നിന്നപ്പോൾ ആണും പെണ്ണും കാട്ടുകൾ തമ്മിലുള്ള ആ ഒരു സൈസിൻ്റെ ഡിഫറൻസ് നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റി. ആൺകാട്ടുകൾക്കാണെങ്കിൽ മാക്സിമം വരുന്ന ഒരു 1500 കിലോയും പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഒരു 700 കിലോയും ഒക്കെയാണ് തൂക്കം വരുന്നത്. സൂ ഒക്കെ നല്ല വൃത്തിയിലാണ് കേട്ടോ കീപ്പ് ചെയ്തിരിക്കുന്നത്. പല ഇനത്തിൽപ്പെട്ട മാനുകളെ നമുക്കിവിടെ കാണാം. ഈ പുല്ലും ചവച്ചുകൊണ്ട് നിൽക്കുന്ന ഇവരാണ് സാമ്പാഡിയറുകൾ. നമ്മുടെ നാട്ടിൽ ഇവരെ മ്ലാവ്, കലമാൻ എന്നൊക്കെയാണ് പറയാറ്. കുറച്ചൊന്നുമല്ല കേട്ടോ, ധാരാളം മ്ലാവുകളുണ്ട് ഇവിടെ. ഇതായി സുന്ദരിയെ കണ്ടോ, ഇവളൊരു നീൽഗായിയാണ്. നമ്മൾ മലയാളികൾ ഇവരെ വിളിക്കുന്നത് നീലക്കാള എന്നാണ്. പേരിലൊരു കാളയുണ്ടെങ്കിലും ഇവർ മാൻവർഗത്തിൽപ്പെട്ട മാനുകൾ തന്നെയാണ് കേട്ടോ. ഇന്ത്യൻ കാടുകളിൽ ധാരാളമായി കാണപ്പെടുന്ന പുള്ളിമാനുകളുടെ ഒരു വലിയ കൂട്ടം തന്നെയുണ്ട് ഇവിടെ. നല്ല ചൂടായതുകൊണ്ട് തന്നെ എല്ലാവരും റെസ്റ്റിലാണ്. എപ്പോഴും ഈച്ചകൾ ആക്രമിക്കുന്നതുകൊണ്ട് തന്നെ അവർ ആ ഈച്ചയെ ഓടിക്കാൻ വേണ്ടി അവരുടെ സ്കിൻ ഇങ്ങനെ ഇളക്കും. ഈ കാണുന്നവരാണ് ബ്ലാക്ക് ബക്കുകൾ, കൃഷ്ണമൃഗമെന്ന് നമ്മൾ വിളിക്കുന്നവർ. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലാണ് ഇവരെ പൊതുവായി കാണപ്പെടുന്നത്. ചില കൃഷ്ണമൃഗങ്ങൾക്ക് വൈറ്റ് നിറവുമാണ്. 1998 ഇവരെ വെടിവെച്ചൊരു കേസിനാണ് സൽമാൻ ഖാൻ ജയിലിലൊക്കെ പോയത് കേട്ടോ. ഇന്ത്യൻ പീകോക്ക്. ഈ മൃഗശാലയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാഴ്ചയാണ് ഈ മയിൽ നമുക്ക് വേണ്ടി ഒരുക്കിയത്. അവനവൻ്റെ പീലയൊക്കെ വിരിച്ച് നല്ലൊരു ഡാൻസ് തന്നെ നമുക്ക് വേണ്ടി സമ്മാനിച്ചു.
ഇന്ത്യയുടെ ഈ ദേശീയ പക്ഷികളെ IUCN റെഡ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആൺമയിലുകൾ ഇണചേരുന്ന കാലത്താണ് പെൺമയിലുകളെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ പീലി വിരിച്ചാടുന്നത്. ഈ സൂവിൽ ഇങ്ങനെ കൂട്ടിനുള്ളിൽ മാത്രമല്ല കേട്ടോ, സൂവിൻ്റെ പല സ്ഥലത്തും ധാരാളം മയിലുകൾ പറന്ന് നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ബിഗ് കാറ്റ്സിലെ ഏറ്റവും ചെറിയ അംഗമാണ് പുള്ളിപ്പുലികൾ. ഏഷ്യ, ആഫ്രിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിലാണ് കേട്ടോ ഇവരെ കാണപ്പെടാറ്. താരതമ്യേന ചെറിയ കാലുകളും വലിയ തലയും ഒക്കെയുള്ള ഈ ജീവികൾക്ക് 60 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ സാധിക്കും. ഈ കൂട്ടിനുള്ളിൽ 4 പുള്ളിപ്പുലികളുണ്ട്. അതിനകത്ത് ഒരാൾ മാത്രമാണ് കേട്ടോ നല്ല ആക്റ്റീവായിട്ട് എപ്പോഴും നടക്കുന്നത്. ബാക്കി 3 ആളും നല്ല റെസ്റ്റിലായിരുന്നു. പുള്ളിപ്പുലികളെ ജാഗ്വാറുമായിട്ട് കാഴ്ചയിൽ ഒരേപോലെ തോന്നുമെങ്കിലും ജാഗ്വാറിനേക്കാൾ ചെറുതും ഒതുങ്ങിയ ശരീരവുമാണ് ഇവർക്കുള്ളത്. തൊട്ടപ്പുറത്തെ കൂട്ടി 2 കുഞ്ഞു പുള്ളിപ്പുലികളെ സൂക്ഷിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ബിഗ് കാറ്റ്സിലെ ഏറ്റവും ഭീകരന്മാരായ കടുവകളെ കാണാം. നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ ഫുഡിങ്ങിന് ടൈമായിരുന്നു. അവനെ ഇറച്ചി ഇങ്ങനെ കടിച്ചു മുറിച്ച് തിന്നുന്നത് കുറേ നേരം നമ്മളിങ്ങനെ നോക്കി നിന്നു. നമ്മളീ കാണുന്നത് ബംഗാൾ കടുവകളെയാണ്. കടുവകളിൽ ഏറ്റവും ശൗര്യമുള്ളതും കാണാൻ ഏറ്റവും ഭംഗിയുള്ള കടുവകൾ ബംഗാൾ കടുവകളാണ്. IUCN റെഡ് ലിസ്റ്റിൽ ത്രെട്ടൻഡ് സ്പീഷീസ് ആയിട്ടാണ് ഇവരെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. 4000-ൽ താഴെ കടുവകൾ മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. നമ്മുടെ വയനാട്ടിലൊക്കെ ധാരാളം കടുവകളാണ് ഇപ്പോൾ നാട്ടിലേക്കൊക്കെ ഇറങ്ങുന്നത്. കടുവയുടെ കാഴ്ചയെ കണ്ടു കിടന്നപ്പോഴാണ് ഒരു ചെറിയ കുളത്തിനരികിൽ ഒരു മുതല കിടക്കുന്നത് കണ്ടത്. സൈസൊക്കെ കണ്ടിട്ട് അലിഗേറ്റർ ആണെന്ന് തോന്നുന്നു. ഇവന് ഒറ്റയ്ക്കല്ല കേട്ടോ, ഇവന് കൂട്ടായിട്ടൊരു ചെറിയൊരു ആമയും ഇതിനകത്തുണ്ട്. റെഡ് ഇയേർഡ് സ്ലൈഡറാണിത്. കണ്ണിനോട് ചേർന്ന് കടും ചുവപ്പിൽ ആ ഒരു ചെവി പോലുള്ള മാർക്കിംഗ് ഉള്ളതുകൊണ്ടാണ് ഇവയെ ചെഞ്ചെവിയൻ ആമ എന്ന് വിളിക്കുന്നത്. നമ്മുടെ അലിഗേറ്റർ ആണെങ്കിൽ ഒന്ന് അനങ്ങുന്നു പോലുമില്ല, ഒരേ കിടപ്പാണ്. ഇവിടെ നല്ല മനോഹരമായ ഒരു ബട്ടർഫ്ലൈ പാർക്കുണ്ട്. കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ ധാരാളം ബട്ടർഫ്ലൈസിനെ നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം. ഈ പാർക്കിനുള്ളിൽ ധാരാളം മരങ്ങളും ചെടികളും ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഓട്ടോപക്ഷികളുടെ കൂടുള്ളത്. ഒരാളെ കമ്പിവേലിയോട് തന്നെ ചേർന്നിരിപ്പുണ്ട്. എന്തോ അവനത്ര സുഖമില്ലാന്ന് തോന്നുന്നു. കുറച്ചു നേരം അവൻ്റെ ദയനീയമായ മുഖമൊക്കെ നോക്കുകയെന്ന് നമ്മൾ അടുത്ത കാഴ്ചകളിലേക്ക് പോയി. ഇനി ഈ സൂവിൽ ഏറ്റവും വിഷമേറിയ കുറച്ച് ആളുകളെ നമുക്ക് കാണാം. കിങ് കോബ്രയും ഇന്ത്യൻ കോബ്രയും പൈത്തണും റാറ്റ് സ്നേക്കും അനാക്കോണ്ടയും അടക്കം നിരവധി പാമ്പുവർഗ്ഗങ്ങളാണ് ഇവിടെയുള്ളത്. പാമ്പുകളെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കും അവയെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു സെക്ഷനാണിത്. ഇതായി കിടക്കുന്നവനാണ് അനാക്കോണ്ട. ഈ മയിലാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് കാഴ്ച. അപ്പോൾ നമ്മുടെ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് പേർക്കൊക്കെ അയച്ചു കൊടുത്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതിന് വരെ എല്ലാവർക്കും ബൈ.